Love, peace and joy. Welcome back to our channel. Yes, ഞാനും ജസ്റ്റ് ബോയും ഇന്ന് പതിവില്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. മോർണിംഗ് അങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കണ പരിപാടി ഞങ്ങൾക്കില്ല. പക്ഷെ ഇന്ന് ജസ്റ്റ് ബോയ് ഈ പറഞ്ഞ പോലെ ഇന്നലെ ലേറ്റ് ആയിട്ട് ഉറങ്ങി. സാറ്റർഡേ ആണ്, വെക്കേഷൻ ആണ്. സോ അവൻ എണീറ്റപ്പോൾ വൈകി 9 o'clock കഴിഞ്ഞ്. അപ്പോൾ ഞാൻ നേരത്തെ ആൽവിൻ നേരത്തെ പോയി. 7 മണി കഴിഞ്ഞപ്പോൾ ആൽവിൻ ഊബറിറ്റിന് പോയി. അപ്പോൾ ഞാനും താഴെ ഇറങ്ങി വന്നിങ്ങനെ കുറച്ച് നേരം ആട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് ഞാനും ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ബോയ് ഇറങ്ങി വന്നപ്പോൾ ജസ്റ്റ് ബോയ്ക്ക് ഇഷ്ടമുള്ള 2 സോങ് വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഇരുന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വോർഷിപ്പിംഗ് സോങ്സ് ആണ് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളാണ്, പഴയ പാട്ടുകളൊന്നും അല്ല. ജസ്റ്റ് ബോയ് ഇംഗ്ലീഷ് സോങ്സ് ആണ് പ്ലേ ചെയ്തത്. ഏതാണ് ഗോഡ് ഈസ് ഗുഡും പിന്നെ God is good by Forrest Frank and We Will Go ഒക്കെ നല്ല സോങ്സ് ആണ്. ഞാൻ കേട്ടത് റെക്സ് മ്യൂസിക്കാ, യാഹേയും പിന്നെ യേശുവേ എന്നാഥനെ അങ്ങനെ പിന്നെ പിന്നെ ഹിൽ സോങ് അല്ലാടെ പോലെ എലവേഷൻ വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ മില്യൺ ലിറ്റിൽ മിറാക്കിൾസ്, ദെൻ പ്രൈസ്, അങ്ങനത്തെ കുറച്ച് സോങ്സ്. അങ്ങനെ നല്ല രസമായിരുന്നു. മോർണിംഗ് ഞങ്ങളുടെ നല്ല ഭംഗിയായിരുന്നു. I got the reason to praise the Lord, my soul. അങ്ങനെയാണ് ആ സോങ്. പിന്നെ വേറൊരു സോങ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള സോങ് ഉണ്ട്, കോമൺ സോങ്. Take me to the river, I will swim. Take me to the river, I will swim. I really like that song. നല്ല സോങ് ആണ്. എനിക്ക് തന്നെ വൈറൽ സോങ് ആണ്. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്ന സോങ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് തോന്നുന്നത് നല്ല രസമായിരിക്കും. എൻ്റെ മനസ്സ് പറയുന്നു. ബിക്കോസ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കണം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ്. അഡ്വെന്റ് റിഫ്ലക്ഷനൊക്കെ സാധാരണ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വീഡിയോ എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യണത്. ഇത് ഒറ്റ ടേക്കിൽ തന്നെ സംഭവം ഫസ്റ്റ് ട്രൈ തന്നെ സെറ്റായി. അതായത് അത്രയും ഉള്ളിൽ സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും നിറഞ്ഞു നിൽക്കണേ കേട്ടോ. എനിവേ നമ്മൾ ഈ ഒരു ക്രിസ്മസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സന്തോഷം അത് ആത്മീയ സന്തോഷമാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ബർത്ത്ഡേസിനൊക്കെ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണ പോലെ ഇതൊരു മോസ്റ്റ് വണ്ടർഫുൾ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. പരിപാടികൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുക്കിംഗ് ലഞ്ച് പ്രിപ്പറേഷൻസ് ചെയ്യണം. അത് പോരാത്തതിന് നമുക്ക് ബട്ടർ കുക്കീസ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് എക്സെപ്റ്റ് മുട്ട തീർന്നു പോയിട്ടുണ്ട്. പിന്നെ വാനില എക്സ്ട്രാക്റ്റ് വേണം. അത് ഞാൻ ജസ്റ്റ് ബോയും കൂടി ഒന്ന് പോയി തപ്പണം. ആൽബിൻ ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ബോയ് കാണിക്ക്. ജസ്റ്റ് ബോയ് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാൻഡി കെയ്നോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്തിട്ടാണ് ആ ബോക്സ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തേ. A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ടൊരു ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആള്. കണ്ട പേപ്പർ മാത്രം വെച്ച് ടേപ്പൊക്കെ ഒടിച്ചിട്ട് ബോക്സ് ഉണ്ടാക്കിയേക്കണേണ്. എനിക്ക് കുളിക്കാൻ ടൈം ആയിട്ടുണ്ട്. കയ്യിലൊക്കെ നിറച്ചും പെയിന്റും ഒക്കെ ഇരിപ്പണ്ടേ. ലൈറ്റ് തപ്പി ഇത് ഇവിടെ വന്നിരിക്കണേണ്ടാ. അപ്പോൾ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അയ്യോ ഓക്കെ, ഇതൊന്ന് നമുക്ക് കുഞ്ഞ് സ്റ്റാറാണേ. കുഞ്ഞ് സ്റ്റാർ ഒട്ടിക്കട്ടെ. കുഞ്ഞ് സ്റ്റാറാണ്, പക്ഷെ ഭയങ്കര ഈസിയാന്നേ. ഇത് ഞാൻ ആദ്യമേ കണ്ടിരുന്നെങ്കിൽ ഇതുപോലത്തെ 2-3 ഉണ്ടാക്കിയാനേ. ഇത് കണ്ടപ്പോഴേക്കും വൈകിപ്പോയി. ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ല. സമയം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കൂടി ഇതുപോലത്തെ ഉണ്ടാക്കും. കണ്ട ഭയങ്കര ഈസി കട്ടിങ് ആണ്. എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എല്ലാവരും അല്ലേ സ്റ്റാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കഴിക്കണം മിക്സ്ചറാ, ബോംബെ മിക്സ്ചർ. So this is looking so cool and it's very easy. കട്ടിങ് ഭയങ്കര ഈസിയാന്നേ. അതാണ് ആ കട്ട് ചെയ്തൊക്കെ ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. കുറച്ച് പേപ്പർ വേണം, പക്ഷേ അടിപൊളിയാണ് സാധനം. കാണിച്ചു കൊടുത്തേ. കണ്ടോ അത്രേ ഉള്ളൂ കട്ടിങ്. തുറന്നു പോലെ ഇത്രയും കട്ടിങ് ഉള്ളൂ. കണ്ടോ 1 2 ദാറ്റ്സ് ഇറ്റ്. ഈ അടിപൊളി സംഭവം ഉണ്ടാക്കുക. എന്ത് രസമല്ലേ. മറ്റേ നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് കട്ടിങ്. ഇങ്ങനെ കേവി ഇത് ടിങ് 6 ആക്ക് പോലെ.
ഞാനപ്പോൾ ഇനി കുക്കിംഗ് പ്രിപ്പറേഷൻ ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ്. യെസ്, ചിലപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇനിയും ഉണ്ടാക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹായ്, ഇവിടെ ഒരു 4:45 ആയിട്ടുണ്ട്. ഞാൻ ജസ്ബോയും കൂടി ഞങ്ങളുടെ അങ്കിളുടെ ആൻറ്റിയുടെയും സണ്ണി അങ്കിളുടെയും മോളി ആൻറ്റിയുടെയും വീട്ടിൽ പോകുന്നതാണ്. മോളി ആൻറ്റിനെ ഒരു പ്രാവശ്യം മോളുടെ വ്ളോഗ് മാസിൽ കാണിച്ചായിരുന്നു, ഞങ്ങളുടെ ഈ വീടിൻ്റെയൊക്കെ ഓണേഴ്സ്. അപ്പോൾ അവിടെ പോകണം എന്താണെന്ന് വെച്ചാൽ എന്താണ് വെച്ചു ദ ക്രിസ്മസ് കാരോൾ. അപ്പോൾ നമ്മുടെ ഹിമ ഇന്ത്യൻ മലയാളി അസോസിയേഷൻ്റെ അവരെല്ലാ വർഷവും ഇതേപോലെ ക്രിസ്മസ് കരോളിന് ഓരോ വീടുകളിൽ പോകും. നമ്മുടെ വീട്ടിൽ വിളിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ആൽവിൻ നല്ല ഓട്ടത്തിലാണ്. അപ്പോൾ ആൽവിൻ ഇല്ലാതെ ഞാനും ജസ്ബോയും മാത്രം ഒരു രസമില്ല. ആൾക്കാർ വേണമല്ലോ ക്രിസ്മസ് കരോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ പോകാം. അവിടെ ആകുമ്പോൾ അങ്കിളുടെ മക്കളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾക്കും ഒരു വൈബായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ 4:45 പക്ഷെ നല്ല ഇരുട്ടാണ്. 3:30-3:45 ആകുമ്പോൾ തന്നെ ഇവിടെ ഡാർക്ക് ആവും അല്ലച്ചു. യാ, സോ ലെറ്റ്സ് ഗോ. മഫ്ലർ ഇട്. ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയാണ് വെക്കി. നമ്മളിവിടെ ലൈറ്റ് ഇല്ല കേട്ടോ, പക്ഷെ നമുക്ക് ക്രിസ്മസ് ട്രീൻ്റെയും പിന്നെ ആ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും പുറത്തുനിന്ന്. 4:45 പക്ഷെ ഇതാണ് അവസ്ഥ. Let's go. ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഉണ്ട്, ഈ വീട്ടിലൊക്കെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ. പിന്നെ ചില സ്ഥലത്തെല്ലാം പുറത്തും ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വാവ്, see this boy? പിന്നെ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഡോറിൻ്റെ അവിടെ ഒരു റീത്ത് ഉണ്ടാവും കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. യെസ്, ഇവിടെയൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അല്ല സൂപ്പർ അല്ലേ. അപ്പനെ വിളിക്കാൻ നോക്കുക. ഞങ്ങളുടെ അങ്കിളും ആൻറ്റിയും അവരുടെ ഫാമിലിയുമാണ്. അങ്കിളുടെ മൂത്ത മോള് സൗമ്യയും സൗമ്യയുടെ ഹസ്ബൻഡ് എൽദോയും പിന്നെ സനലും സനലിൻ്റെ വൈഫ് പ്രീനുവുമാണ്. സാൻഡേന്ന് വാങ്ങി, സാൻഡേന്ന് മെരി ക്രിസ്മസ്. എനിക്കെന്തായോ മെരി ക്രിസ്മസ്. അവിടെ എന്തൊക്കെയാണുള്ളത്? പപ്പയുടെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത്? ജസ്റ്റ് പോയി കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ക്രിസ്മസ് ക്രിബ് കാണിച്ചു കൊടുക്കടാ. എന്നാടാ
ഇത് അങ്കിളുടെ വീട്ടിലെ ക്രിബും ക്രിസ്മസ് ട്രീ ഒക്കെയാണത്. അതേപോലെ ഞങ്ങൾ കുറച്ച് ജസ്റ്റ് പോയി അങ്കിളും ആൻറ്റിയും കൂടി ഫോട്ടോസൊക്കെ എടുത്ത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നതും അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ ധൃതി പിടിക്കില്ല. അത് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.